Matthew സ്വാഗതം ചെയ്യുന്നു. Thank you so much, Matthew, for joining us here this wonderful evening. Back-to-back hits ഒക്കെ നമുക്ക് നൽകിയ the very talented young actor Matthew Thomas. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സിദ്ദിഖിക്കയാണ്. സിദ്ദിഖിക്ക, ഹാർട്ടി വെൽക്കം. ഒരുപാട് സന്തോഷം ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ. നിറഞ്ഞ കൈയ്യടി നൽകി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സിനിമയിലെ നായിക ചൈതന്യ പ്രകാശ്. ഹാർട്ടി വെൽക്കം ടു യു, one of the lead female actors of this movie. ഇനി സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെയാണ്. The name is enough, Shri Chef Pillai. Hearty welcome to you, sir. Thank you so much for being here to add more value to our event. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലൻ ലുക്കിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം ജോജു ചേട്ടനെയാണ്. ഹാർട്ടി വെൽക്കം ടു യു, ജോജു ജോർജ്. ഇനി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഡയറക്ടർ സലാം ബുഖാരി സർ ഗുരുസ്ഥാനത്ത് കാണുന്ന രണ്ട് വ്യക്തികളെയാണ്. He has worked as an assistant and associate director for both of them. Anwar Rashid sir and Amal Neeru. രണ്ടുപേരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. Just welcoming them on stage with a bouquet. ഇതിവിടെ ചേർന്നിരിക്കുന്ന ബാക്കി എല്ലാ താരങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെല്ലാം ഒരു സ്റ്റെപ്പ് മുൻപോട്ട് കയറി ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്. യെസ്, ലെറ്റ്സ് ഹാവ് all our dignitaries on stage pose together for a group photo. ഒരാള് മിസ്സിംഗ് ആണല്ലേ, നമ്മുടെ മെയിൻ the captain of the ship. So ladies and gentlemen, നമ്മുടെ ഡയറക്ടറിനെ ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ സലാം ബുഖാരി. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെരി വെരി ഫെമിലിയർ ഫേസ്. അദ്ദേഹം ഒരു ഡയറക്ടർ മാത്രമല്ല, നടന കൂടിയാണ്. ബ്രോ, ഡാഡി, സപ്തമശ്രീ തസ്കര തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. With almost 20 years of experience, here he is all set to make his debut as a director with the movie Udumachchola Vishal. Happy welcome to you, sir. സോ ഡയറക്ടർ വേദിയിലുള്ള സ്ഥിതിക്ക് നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ മൂവി അസർ അമീർ ആൻഡ് റിയാസ് മുഹമ്മദ്. ANR മീഡിയ ലാബ്സിന്റെ ബാനറിൽ അസർ അമീറും റിയാസ് മുഹമ്മദും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയാണിത്. യെസ്, and I can see some other key cast members also in front. So I think for the photo, it would be better if all of you could join. Sudev sir, yes, we definitely need you here on stage. The very, very charming, the very handsome and talented actor, Sudev Nair. ഈ ഒരു സിനിമയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹത്തിന്. He has given the rose. How romantic. എന്തൊരു റൊമാൻറ്റിക് ആണല്ലേ, വൈഫിന് റോസ് നൽകിയിട്ട് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഗബ്രി, വഫ ആദ്യം സ്വാഗതം ചെയ്യുന്നതാണ് രണ്ടുപേരെയും. തിരിച്ചേട്ടാ, യെസ്, ഇല്ല വേണ്ട, ഓക്കെ, യെസ്. കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അവിടെ സൈഡിൽ രണ്ടുപേര് ഇരിപ്പുണ്ട്, ജിനു ചേട്ടൻ ആൻഡ് അഭിരാം. Let's have both of you on stage. Some of our key cast members. Shankar Indushudu. Shankar, എവിടെ? Please, let's have all of you here on stage. നമ്മൾ സാധാരണ ലാസ്റ്റിലാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് ആരംഭിക്കുന്നത്. ഹസ്ലി, യെസ്. തിരിച്ചേട്ടാ, ബാക്കിൽ നിന്ന് പല പല ഒച്ചകളാണ് കേൾക്കുന്നത്. എല്ലാവരും പറയുന്നത് തിരിച്ചേട്ടനെ കൂടെ ഇൻവൈറ്റ് ചെയ്യണമെന്നാണ്. സോ പ്ലീസ്, ഞങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് സ്വീകരിച്ച് തിരിച്ചേട്ടനും കൂടെ സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാമെന്ന് നല്ലൊരു കൈയ്യടി നൽകി തന്നെ നമ്മുടെ പ്രിയ താരം ടിനി ടോമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes. Also inviting Bhagat Manuel on stage. Bhagat. So ഇത് കഴിഞ്ഞ് എന്തായാലും ഒരു കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ എടുക്കുന്നതായിരിക്കും. So this is just the starting.
അർജുൻ ഗണേഷിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് അർജുൻ ഗണേഷ് ഓൺ സ്റ്റേജ്. സോ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. യെസ്, പ്രോഗ്രാമിന്റെ അവസാനം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സും വരുന്ന ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും. ദിസ് ഇസ് ജസ്റ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഇവന്റ്. ഏറെ സ്നേഹത്തോടെ ശ്രീ അമൽ നീരദിനെയും അൻവർ റഷീദിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾസോ നമ്മുടെ ലിറിസിസ്റ്റ് വിനായക് എവിടെയുണ്ട്? വിനായക്, പ്ലീസ് ടു ജോയിൻ ദി അതർ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഓൺ സ്റ്റേജ്. So much. Requesting. Thank you so much. Requesting all of you to take your seats. Thank you. എല്ലാവരും തിരിച്ച് സീറ്റുകളിലേക്ക് ഇറങ്ങി ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. All right, ladies and gentlemen, here we are for the grand music launch of the movie Udumban Chola Vision. ശരിക്കും ഐ ഫീൽ ദർ ഇസ് എ സെൻസ് ഓഫ് മിസ്റ്ററി അറൗണ്ട് ദിസ് മൂവി. നമുക്ക് അധികം അപ്ഡേറ്റ്സ് ഒന്നും സിനിമയെ കുറിച്ച് കിട്ടിയിട്ടില്ല. ആകെ മെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഈ ഒരു പോസ്റ്റർ ആണ്. ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് യു തിങ്ക്? എന്താണ് തോന്നുന്നത്? കുറുക്കനാണല്ലേ, കോട്ടിട്ട് തിരിഞ്ഞു നിൽക്കുന്ന കുറുക്കൻ. അത്രയും മാത്രം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ മനസ്സിലായിട്ടുള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി പതുക്കെ ഡയറക്ടറിനോടും ബാക്കി ടെക്നീഷ്യൻസിനോടും ഒക്കെ ചോദിച്ചറിയാം. ഇനി നമ്മുടെ സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. എനിക്കറിയാം ഒഫീഷ്യലി മലയാളികളുടെ മുൻപിൽ ഇവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഐ വുഡ് ലൈക്ക് ടു ഗോ അഹെഡ് ആൻഡ് പ്രസന്റ് ദം ഇൻ ഫ്രണ്ട് ഓഫ് യു. സ്റ്റാർട്ടിംഗ് വിത്ത് our director of photography. A director of photography is Vishnu Dandashen. Yes, നല്ലൊരു കാര്യം നൽകാം. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് വിഷ്ണു കരിയർ ആരംഭിച്ചത്. വളരെ മനോഹരമായ വിഷ്വൽസ് ഉള്ള നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, ബാംഗ്ലൂർ ഡേയ്സ്, കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. 2021 റിലീസ് ചെയ്ത ജാനേമാൻ എന്ന സിനിമയിലൂടെ സിനിമാറ്റോഗ്രാഫറായി അരങ്ങേറ്റം കുറിച്ചു. And then he has worked as the DOP for the Niven Poly starrer Ramachandra Bose and Co. ഇപ്പോൾ ഇതാ Udumban Chola Vision. Moving on to our main department, the department that is being highlighted this evening, the music department. Ladies and gentlemen, ഈ സിനിമയുടെ സംഗീത സംവിധായകൻ മറ്റാരുമല്ല, the one and only Gopi Sundar, winner of 2 Filmfare Awards, Kerala State Film Award and the National Award. Akbar, Ustad Hotel, Bangalore Days, Pulamurugan, Geeta Govindam, Charlie, Ennathinte Moini, Take Off തുടങ്ങിയ blockbuster സിനിമകളുടെ മ്യൂസിക് ഡയറക്ടർ, the man who has been setting musical trends across South India. ഇനി coming to the song writers, 4 ലിറിസിസ്റ്റ് ആണ് ഈ സിനിമയിലുള്ളത്. Make some noise for Vinayak Shashkumar, Suhail Koya, Srinath Bhasi and Harinarayan. ഇനി മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുകയാണ്. മേക്കപ്പ് ഇസ് ബൈ none other than Ronak Xavier, the award winning makeup artist. He has won award for Bhishma Parvam and for Nyan Meerikutti. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുന്നു and let's see, that is the action department. ഇവിടെ നിങ്ങൾക്ക് കാണാം, 1 അല്ല 2 അല്ല 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ഈ സിനിമയിലുള്ളത്. സോ എനിക്ക് തോന്നുന്നു, ഐ എം ജസ്റ്റ് ഗെസ്സിംഗ്, ഡെഫിനറ്റ്ലി ആക്ഷന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സിനിമയാണിത്. ആൻഡ് ദ ഫൈറ്റ് മാസ്റ്റേഴ്സ് ഓഫ് ദിസ് മൂവി ആർ ദ ലെജൻഡറി ഫൈറ്റ് മാസ്റ്റർ മാഫിയ ശശി. 1000-ൽ പരം സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഹി ഹാസ് വർക്ക്ഡ് ഇൻ ദ 4 സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്. അയ്യപ്പനും കോശിയും എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി 2022 അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചു. And the next fight master ആരാണെന്ന് ഞാൻ ഇവിടെ പറയുന്നതിന് മുന്നേ I would like to ask you all a question. കഴിഞ്ഞ വർഷം മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു ആക്ഷൻ മൂവി പാൻ
ഇന്ത്യൻ സൂപ്പർ ഹിറ്റായി മാറി. ഏതാണ് സിനിമ? കേൾക്കുന്നില്ല? ഏത് മലയാള സിനിമയാണ് കഴിഞ്ഞ വർഷം സൂപ്പർ ഹിറ്റായി മാറിയ? യെസ്, നമ്മുടെ സ്വന്തം ഉണ്ണിമുകുന്ദൻ സ്റ്റാറർ മാർക്കോ. സോ മാർക്കോ എന്ന സിനിമയുടെ ആക്ഷൻ ഡയറക്ടർ കൂടിയായ കലൈ കിങ്സൺ is associating with us in this movie. And the next fight master we have in this movie is fight master Tavasi Raja. He is the man behind high octane stunts in movies like Leo, Master, Coolie and many more. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, and that is the editing department. ഈ സിനിമയുടെ എഡിറ്റർ മറ്റാരുമല്ല വിവേക് ഹർഷൻ. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള എഡിറ്റേഴ്സിൽ ഒരാളാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായ മഞ്ഞുമൽ ബോയ്സിന്റെയും ആവേശത്തിന്റെയും എഡിറ്റർ. ആൻഡ് he has definitely had a very strong partnership with director അമൽ നീരദ്. ബിഗ് ബി, ഭരതൻ, യോബിന്റെ പുസ്തകം, ഭീഷ്മ തുടങ്ങിയ സിനിമകളുടെയും എഡിറ്ററാണ് ഇദ്ദേഹം. ഇനി we are moving on to the art and production department. The art department is headed by Prashanta Madhavan and Joseph Nelikan. ആടുജീവിതം, ഡ്രൈവിംഗ് ലൈസൻസ്, നടികർ തുടങ്ങിയ സിനിമകളുടെ ആർട്ട് ഡയറക്ടർ ആണ് പ്രശാന്ത മാധവൻ. നല്ലൊരു കൈയ്യടി നൽകാം. And Joseph Nelikan is the art director of several movies like Misha Madhavan, Big B, Anwar, RDX and many more. Now coming to the costumes department, Samira Sanish, the name is enough. So she is definitely the costume designer between some of the most popular movies like Charlie, Ustad Hotel, Tattathan Marayathu. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെല്ലാം അഗ്രി ചെയ്യും ഈ സിനിമകളിലേക്ക് കോസ്റ്റ്യൂംസ് പിന്നീട് ട്രെൻഡ്സ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. The very very talented costume designer Samira Sanish. ഇനി moving on to the choreography department. The choreographer of this movie is none other than Shobi Master Shobi Paul Raj. Aluma Doluma, Maranamas, Bati Cummings, Srivalli തുടങ്ങിയ പവർ പാക്ക് ഡാൻസ് നമ്പേഴ്സിന്റെ choreographer ആണ്. He is also the choreographer of the Hindi movie Jawan. And of course another speciality of our movie is that the Dancers Club TDC Chennai and one of the best dance teams in India ആദ്യമായി choreographer ചെയ്യുന്ന സിനിമയും നമ്മുടേതാണ്. ഇനി നമ്മുടെ കാസ്റ്റ് മെമ്പേഴ്സിനെ പരിചയപ്പെടാനായിട്ടുള്ള സമയമാണ്. മൂവിംഗ് ഓൺ. താരങ്ങൾ ആരൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി സ്ക്രീൻ. നല്ല ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സമയമാണ്. ബിക്കോസ് ദീസ് ആർ ദി സ്റ്റാർസ് ഓഫ് our movie. മാത്യു തോമസ്, ശ്രീനാഥ് ഭാസി, സിദ്ദിഖ് ഖാൻ, ദിലീഷ് പോത്തൻ. All of them very very talented. എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി ഡേയ്സിന് ശേഷം ശ്രീനാഥ് ഭാസി, മാത്യു തോമസും ഒരുമിക്കുന്ന സിനിമയാണ്. അവരോടൊപ്പം സിദ്ദിഖ് ഖാനും ദിലീഷ് പോത്തനും കീ റോൾസിൽ അഭിനയിക്കുന്നുണ്ട്. ഇവര് മാത്രമല്ല, we also have many other talented actors as part of the film, and they include Ashokan sir, Shinu Jose, Abhiram, Sudhir Nair, Babu Raj and Milind Soman. Yes, you heard me right. Milind Soman ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയാണ് ഉടുമ്പൻചോല വിഷൻ. The icon of the Indian fashion and film industry, Milind Soman, is also a part of this movie. The other actors include Shankar Endujudan, Gabri, Bhagat Emmanuel, Shaheen Siddiq, Arshay Murugan, Indu Kaladharan. ഇനി നമുക്ക് സിനിമയിലെ നടിമാർ ആരൊക്കെയാണെന്ന് നോക്കാം. Come on, make some noise. Put your hands together for the very beautiful Shaidanya Prakash, Neena Kurup, Jijina, Sriya Hasli, Srinda, Wafa Khadija and many others. All right, അങ്ങനെ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി it's time for me to introduce one very very special person, the captain of the ship, none other than Salam Bukhari. So here we have a video to introduce our director.
captain of the ship, Salam Bukhari. So നമ്മളിവിടെ കണ്ടതുപോലെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒരുമിക്കുന്ന സിനിമയാണ് ഉടുമ്പൻചോല വിഷൻ. And this wonderful evening, we're all here for the grand music launch of this movie. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതുപോലെ വളരെ ഗ്രാൻഡ് ആയിട്ടാണ് ഈ ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. We're all very, very happy, very, very delighted to inform you that we are joining hands with Saregama. Udumbanchola Vision എന്ന സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് Saregama വാങ്ങിച്ചു കഴിഞ്ഞു. Of course, for a big, big number. നമുക്കറിയാം Saregama പോലെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ലേബിൾ ഒരു മലയാള സിനിമയുടെ റൈറ്റ്സ് ഇത്ര നേരത്തെ വാങ്ങിക്കണമെങ്കിൽ പാട്ടുകൾ അത്രയ്ക്ക് നല്ലതായിരിക്കണം, യാതൊരു സംശയം വേണ്ട. So now we are moving on to the music launch of this movie. അതിനു മുന്നേ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. He is the producer of the movie, Mr. റിയാസ് കെ മുഹമ്മദ്. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും ഒരു ക്ഷമാപണം, കുറച്ച് വൈകിയാണ് നമ്മൾ തുടങ്ങാൻ സാധിച്ചത്. ആൻഡ് ഇതിൽ ഇവിടെ ഈ ഒരു ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഉടുമ്പൻചോല ഫാമിലി, അതല്ലാതെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫാമിലി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, മീഡിയ, എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി. ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ പാർട്ട്ണർ അഷറും ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. ഞങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളൊരു പുതിയ കമ്പനിയാണ്. ഞങ്ങൾക്ക് അമ്പൂക്കാട് ഞങ്ങളുടെ അൻവർ റഷീദ് തുടങ്ങി ഞങ്ങളോട് ഒരുപാട് ഞങ്ങൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഞങ്ങൾക്ക് വഴികാട്ടി തന്നു. അമൽ നീരജ് സാർ തുടങ്ങി സിദ്ദീഖ, ഞാൻ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ഈ സരിഗമ ഞങ്ങളൊരു പുതിയ കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മ്യൂസിക് ലോഞ്ച് പരിപാടിയിലേക്ക് വരുന്ന ഈ ഒരു നിമിഷത്തിൽ വി താങ്ക് സരിഗമ ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് ഞങ്ങളെ പോലത്തെ ഒരു പുതിയൊരു കമ്പനിക്ക് വളരെ നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്യാനും ഈ സരിഗമയെ പോലെയുള്ള ഒരു കമ്പനി ഞങ്ങളുടെ ഈ സിനിമയുടെ മ്യൂസിക് വാങ്ങുവാനും അതിന് ചെയ്തു തന്ന സരിഗമയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ഐ വെൽക്കം മിസ്റ്റർ സുരേഷ്, മാർക്കറ്റിംഗ് സൗത്ത് ഹെഡ് ഓഫ് സരിഗമ, ആൻഡ് മിസ്റ്റർ പിനു ഓഫ് സരിഗമ കേരള ടു ദ സ്റ്റേജ്. ആൻഡ് ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ ഗോപിച്ചേട്ടൻ, മിസ്റ്റർ ഗോപി സുന്ദർ, ഗോപിച്ചേട്ടൻ എൻ്റെ സ്കൂളിലെ സീനിയറായിരുന്നു. So ladies and gentlemen, ഈ സമയം ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ പാട്ടിന്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ ലോഞ്ചിന്റെ ഭാഗമാകുന്നതിനായി കുറച്ചും കൂടെ ഡിഗ്നറ്ററീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏറെ ബഹുമാനത്തോടെ ഡയറക്ടർ സലാം ബുഖാരി സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓൾസോ പ്രൊഡ്യൂസർ അസർ അലി. 2 പ്രൊഡ്യൂസേഴ്സും സ്റ്റേജിൽ വേണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. Also inviting on stage the lyricist Vinayak Shishkumar. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മ്യൂസിക് സരിഗമയെ ഏൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട അൻവർ റഷീദിനെയും അമൽ നീരജിനെയും Also inviting on stage the DOP Vishnu Kandashiriനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയം ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ സോങ് ആണ് അൺവീൽ ചെയ്യാൻ പോകുന്നത്. So now I would like to request the song cover to be brought on stage.
ഗോപി സുന്ദർ സംഗീത സംവിധാനം നിർവഹിച്ച ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ പാട്ടാണ് ഈ സമയം ഇവിടെ അൺവീൽ ചെയ്യുന്നത്. So with all your permission, നല്ലൊരു കൈയ്യടി നൽകി നമുക്കിത് പാസ്സാക്കാം. Here we present before you the cover of the first song from the movie ഉടുമ്പൻചോല വിഷൻ. റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം this is an evening where we celebrate the music of the movie. The spotlight is definitely on the music and the music director. അപ്പം എന്താണ് ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? നല്ല പാട്ടുകളാണ് എല്ലാവരും കേൾക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നും പറയില്ല. എനിക്ക് സന്തോഷമുള്ളത് ഇങ്ങനൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാണ്. സലാം ബുഹാരി, ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അങ്ങനെ ഞങ്ങളെ പോലെ എല്ലാ കലാകാരന്മാരും ഒരുപാട് വർഷം കാത്തിരുന്നിട്ടാണ് ആദ്യത്തെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അന്നത്തെ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് എപ്പോഴും എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഞാനും അമലും അൻവറും എല്ലാവരും. സോ അതുപോലൊരു സന്തോഷം എന്നും ജീവിതത്തിൽ നിലകൊള്ളട്ടെ. സലാം ബുഹാരി, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി പടം റിലീസ് ചെയ്യാം. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ മോർ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു. താങ്ക് യു. ആൻഡ് ഇപ്പം നമ്മൾ റിലീസ് ചെയ്ത ജോഡി നമ്പർ 1 എന്ന സോങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇനി സ്പെഷ്യാലിറ്റീസ്? ഇല്ല, എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെടും. ഈ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് എല്ലാവരും കേട്ടിരിക്കുക, സന്തോഷിച്ച് വീട്ടിൽ പോയി കിടന്ന് പറയാം. അപ്പോൾ ഗോപി സുന്ദർ സർ പറഞ്ഞതുപോലെ നമുക്ക് കേട്ട് പാട്ട് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് ലിസൺ ടു ദിസ് മ്യൂസിക്. അതിനു മുന്നേ ഈ പാട്ട് പാടിയ വ്യക്തിയുടെ ഒരു ചെറിയ വീഡിയോ മെസ്സേജ് നമുക്കിപ്പോൾ കേൾക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സിംഗറാണ്, റാപ്പറാണ്. Unfortunately, he could not join us here today, but he has been kind to send us a video message. ഈ സമയം ആ ഒരു വീഡിയോ മെസ്സേജ് നമുക്ക് കേൾക്കാം. ഹായ്, നമസ്കാരം. ഡബ്സിയാണ്. ഉടുമ്പൻചോല വിഷൻ എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ്. ഗോപി സുന്ദർ ചെയ്യുന്ന മ്യൂസിക്, അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു പാട്ട് പാടാൻ നല്ലൊരു ഭാഗ്യമുണ്ടായി. അതുപോലെ സലാം ബുഖാരി, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ചെറിയ മുന്നേ ഏറ്റ കുറച്ച് പരിപാടികളുള്ളതിൻ്റെ കാരണത്താലാണ് ഈ ഒരു ഇവൻറ്റിൽ ഭാഗമാവാൻ കഴിയാത്തത്. അത് എൻ്റെ കേരളം പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഉടുമ്പൻചോല വിഷൻ. അതിൻ്റെ ഭാഗമായ അതിൻ്റെ വാർത്താക്കൾക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത സോങ്ങിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ലോഞ്ച് once again I would like to invite on stage the music director Gopi Sundar. Gopi sir, please do come on stage. അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിനായി ഏറെ ബഹുമാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിദ്ദിഖ് സർ, പ്ലീസ്. യെസ്, രണ്ടുപേരും ചേർന്ന് അടുത്ത സോങ്ങിന്റെ ലോഞ്ച് നിർവഹിക്കുന്നതാണ്. അതിനു മുന്നേ ഐ വുഡ് ലൈക്ക് ടു ഹാൻഡ് ഓവർ ദ മൈക്ക് ടു സിദ്ദിഖ്. സിദ്ദിഖ്, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ്? സലാം സാറിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സലാമിനെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലാമിനെ എന്ത് പരിചയപ്പെട്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ചോട്ടാ മുമ്പേ നടക്കുമ്പോൾ സലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉസ്താദ് ഹോട്ടലിൽ നടക്കുമ്പോഴെല്ലാം അൻവറിൻ്റെ കൂടെ എന്നും സലാമിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരികയും എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ കുറേ കാലമായി ഇസ്ലാമിക്കിന് ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ അത് നീണ്ടുപോകുന്നു. ആദ്യം ദുൽഖറിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അപ്പം ഇങ്ങനെ എപ്പോഴാണ് സലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉടുമ്പൻചോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് ഒരിക്കൽ വന്ന് പറയുന്നതും ഒക്കെ. അപ്പോൾ അത് പറഞ്ഞ് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു വളരെ ചെറിയ സിനിമയാണ്, ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ, ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഓരോ ദിവസവും അതിൻ്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു
വലിയൊരു സിനിമയായിട്ട് ഇപ്പം ഞാനതിനകത്ത് മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു പാലസ് പോലത്തെ ഒരു വീടാണ്. അങ്ങനെ എന്ത് കാര്യവും വളരെ ഒരു സ്പെക്ടാക്കുലർ ലൈനിലാണ് സലാം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലെ മെറിഡിയൻ ഹോട്ടലിൽ വന്നു. അവിടെ അതിൻ്റെ ഒരു സെറ്റൊക്കെ കണ്ടാൽ ശരിക്കും ഞാൻ അന്തപ്പെട്ടു പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് ആ പാട്ട് ഷൂട്ട് ചെയ്ത സോങ് ഇവിടെ കാണിക്കുമെന്നാണ്. അപ്പോൾ പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ളൊരു സോങ്ങാണ്. അതുപോലെ തന്നെ ഈ സിനിമയും സലാം ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സലാം. നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എന്ത് കാര്യവും അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത്. ഇപ്പം എന്നോടൊക്കെ സലാമിന് എന്തെങ്കിലും ഒന്ന് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ എടുക്കണമൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും. സലാമിന് വേണ്ടത് സലാം എടുത്ത് ആ രീതിയിൽ തന്നെയാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വൻ വിജയമായി തീരട്ടെ. ഇസ്ലാമിൻ്റെ ആദ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് എനിക്ക് ഇസ്ലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചത് വൻ സിനിമയായിട്ട് വരട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയോടെ. താങ്ക് യു സോ മച്ച്. ഇനി സോങ് കവർ ഏറ്റുവാങ്ങുന്നതിനായി സരിഗമ ഒഫീഷ്യൽസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് മിസ്റ്റർ ബിനു ആൻഡ് സുരേഷ് ആൻഡ് ഗോപി സുന്ദർ. Here we are moving on to the launch of the next song from the movie Udupin Chola Vishan. സിദ്ദിഖിനെയും ഗോപി സുന്ദരും ചേർന്ന് സരിഗമ ഒഫീഷ്യൽസിന് നൽകി ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഗോപി സുന്ദർ സർ വീണ്ടും സ്റ്റേജിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാനിങ്ങനെ അറിഞ്ഞു ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ഗോപി സുന്ദർ സർ ആണ്. സോ അതായത് പോട്ടെ എന്നാണ് സിദ്ദിഖ പറയുന്നത്. സോ നമ്മുടെ പാട്ട് പ്ലേ ചെയ്യും. അതിനു മുന്നേ ഗോപി സുന്ദർ സർ തന്നെ 4 വരി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടുക പ്ലീസ്. എക്സ്ക്ലൂസീവ്. അത് കേട്ടാൽ മതി, ഇവിടെ നിന്ന് പാടിയത് കൊളാക്കണമെന്നില്ല. എന്നുവെച്ചാൽ പ്രത്യേകത ഇപ്പോൾ ഒന്നൊരു പാട്ടാണ്. അതിപ്പോൾ എന്താ പറയുക, അതിപ്പോൾ കേൾക്കാൻ പോലെ ഒരു 5 സെക്കൻഡ് കൊണ്ട് പ്ലേ ചെയ്യും. ഓക്കെ പ്ലീസ്. ഞാൻ വേറെ വല്ല പാട്ട് പാടും. പാട്ട് പാടുന്നില്ലല്ലോ. ജോണി മോനെ ജോണി, യു ആർ മൈ കണ്ണിൽ മണി. ജോണി മോനെ ജോണി, why you want plenty money? Thank you. Thank you so much. So ഇനി നിങ്ങളെ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. Without any further delay, let's. So ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഈ മൈക്ക് ജോജു ചേട്ടന് നൽകുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സലാം സാറിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. സലാം ആയിട്ടുള്ള ബന്ധം ഒരുപാട് വർഷങ്ങളുള്ളതാണ്. കാരണം ഞങ്ങളൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു അടുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതും അതിൻ്റെ വിജയവും വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിലും സലാമിൻ്റെ ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിലും. ഓൾ ദ വെരി ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, മാത്യു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സിദ്ദിഖ നമസ്കാരം, എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു. സോഹൻ സാറിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സാറും അതേപോലെ സലാം സാറിന്റെ അടുത്തൊരു ഫ്രണ്ടാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ജോജി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സിനിമയിൽ സലാം. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ നിർമ്മാതാവും നടന്മാരും ബാസിയും ഒക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സിനിമ ഏറ്റവും നല്ല ഒരു വിജയമാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു. സിനിമയിലെ ഒരു കീ ആക്ടറാണ്. അപ്പൊ എന്താണ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് പറയാനായിട്ടില്ല. പക്ഷേ ഞാൻ സിനിമയിലുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം.
പക്ഷേ ഇപ്പോൾ സിദ്ദിഖ പറഞ്ഞ പോലെ കഥ കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത് ചെറിയ പടമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഡയറക്ടറുടെ കഴിവുകൊണ്ടും പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ വളരെയധികം ഹാർഡ് വർക്ക് കൊണ്ടും സിനിമയുടെ സ്കെയില് വളരെയധികം അപ്പായിട്ടുണ്ട്. അതിന് ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോൾ ഫോർ ദാറ്റ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായതിൽ. ആൻഡ് ഐ വിഷ് എവറിബഡി ഓൾ ദ ബെസ്റ്റ്. I got to work with all this wonderful cast. ജിനു, മാത്യു, ബാസിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടി. സിദ്ദിഖയുടെ കൂടെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടിയോ കിട്ടിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും ഈ പടം അത്ര തന്നെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. Thank you so much. ഇനി നമുക്ക് ഈ സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കടക്കാം. റിക്വസ്റ്റിംഗ് ഓൾ ദ ഡിഗ്നിറ്ററീസ് ഓൺ സ്റ്റേജ് എല്ലാവരും ചേർന്ന് അടുത്ത സോങ്ങിന്റെ കവർ അൺവീൽ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും ഭാഗമാവാം. Presenting before you the third song and it's called Memory Blues. Thank you so much, dignitaries. Please be seated. So, അങ്ങനെ മൂന്നാമത്തെ പാട്ടിന്റെയും കവർ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് എ മെലോഡിക് സോങ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാം. ലെറ്റ്സ് ഓൾ ലിസൺ ടു ദ സോങ്. ശ്രീനാഥ് ഭാസിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം അടുത്ത സോങ്ങിന്റെ ലോഞ്ചിലേക്കാണ് ഈ സമയം കിടക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡു ദിസ് ലോഞ്ച്. കാരണം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീനാഥ് ഭാസിയാണ്. പാടുക മാത്രമല്ല, ഇൻഫാക്ട് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നതും ശ്രീനാഥ് ഭാസി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വേറൊരാളുടെ മ്യൂസിക്കിൽ ശ്രീനാഥ് ഭാസി വരികൾ എഴുതി പാടുന്നത്. ഇതുവരെയുള്ളതെല്ലാം ഓൺ കമ്പോസിഷൻസ് ആയിരുന്നു. സോ ബിഫോർ വി ലോഞ്ച്, യെസ് സംതിങ് വിത്ത് ദ ടീം. So I was just about to ask you പാടാൻ പറ്റുമെന്ന്. Then I got the information. ഇതൊരു സർപ്രൈസ് സോങ് ആണ്. സോ ഇപ്പം നമ്മൾ പാടുന്നതല്ല. But I want you here. സ്റ്റേജിൽ തന്നെ നിൽക്കണം. We'll definitely be doing the official launch. ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The very beautiful actress നീന കുറുപ്പ്. നല്ലൊരു കൈയ്യടി നൽകി തന്നെ നീന മാമിനെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വെരി ഗോർജിയസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 20-25 ഇയേഴ്സ് ആയിട്ട് മാം ഇൻഡസ്ട്രിയിലുണ്ട്. ബട്ട് ഷീ സ്റ്റിൽ ലുക്സ് ദ സെയിം. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ആൻഡ് ഞാനിങ്ങനെ അറിഞ്ഞു ഇന്നത്തെ ഈ ഒരു ദിവസം മാമിന് എക്സ്ട്രാ സ്പെഷ്യൽ ആണല്ലേ. ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഇല്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നീന മാമിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ഉഗ്രൻ കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു മാം. വിഷിംഗ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആൻഡ് നൗ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന് അടുത്ത സോങ് ലോഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മൂവിംഗ് ഓൺ ടു ദ ലോഞ്ച് ഓഫ് ദ നെക്സ്റ്റ് സോങ്. ശ്രീനാഥ് ഭാസി പാടിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടാത്ത സസ്പെൻസ് ആയിട്ട് വെക്കുന്ന ആ ഒരു സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കടക്കുന്നു. I request the cover to be brought on stage. Yes. പിന്നെയും ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇത് വളരെയധികം സർപ്രൈസ് സസ്പെൻസ് എലിമെന്റ്സ് ഉള്ള ഒരു പാട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കവർ പോലും കാണിച്ചു തരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് വിൽ ഡെഫിനറ്റ്ലി ലിസൺ ടു ദ സോങ് ലേറ്റർ ഓൺ. നിങ്ങൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് കേൾക്കുന്നതാണ്. ബട്ട് ഐ ബിലീവ് വി ഹാവ് എ മേക്കിംഗ് വീഡിയോ. ഈ പാട്ടായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഈ സമയം കാണാം. സോ യെസ്, താങ്ക് യു സോ മച്ച് ഡിഗ്നിറ്ററീസ്. So backstage
സ്റ്റേജിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന റിക്വസ്റ്റ് ശ്രീനാഥ് ഭാസി പാടുമെന്നാണ്. പാടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും. ഇൻ കേസ് പാടാൻ പറ്റില്ലെങ്കിൽ വി റിക്വസ്റ്റ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. പാടി നോക്കണ ഓർമ്മ ഉണ്ടാവും. ഇല്ല, ഹലോ, നമസ്കാരം. താങ്ക് യു ഗോപി ചേട്ടാ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സലാം ഭായ്. എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ബട്ട് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കര ഐ എൻജോയ് മേക്കിംഗ് ഇറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. സോ താങ്ക് യു ചേട്ടാ. താങ്ക് യു. എന്താ പാടണോ? എന്നെ കുറിച്ച് തിരിച്ചായിരുന്നു സലാം ബുഹാരി. അതാണ് ആദ്യത്തെ. എനിക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ വാക്ക്. പറക്കാനെനിക്കറിയാം, എൻ മനസ്തുതിയ ഇതെനിക്കറിയാം. കുറക്കാനെനിക്കറിയാം. ഇതാണ് വെറുതെ കേൾക്കട്ടെ, ഞാൻ പാടി നശിപ്പിക്കുന്നത്. So I hope you guys enjoy it. So I really enjoy it. Thank you for the opportunity. താങ്ക് യു സോ മച്ച്. ജീവമാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമകളായ ആവേശം, ആടുജീവിതം, ARM തുടങ്ങിയ സിനിമകളുടെ ഡിസ്ട്രിബ്യൂട്ടറും അദ്ദേഹമാണ്. ആൻഡ് ഹി വിൽ ബി ഹെഡിങ് our distribution. So now, ladies and gentlemen, we are moving on to the official release. I request the cover to be brought on stage. Producers Shri Anil Thuligayku നൽകിക്കൊണ്ട് ഒഫീഷ്യൽ റിലീസ് നടത്തുന്നതാണ്. Release, here we have the logo, Solar Vision and the cinematic distribution നടത്തുക A&N release ആയിരിക്കും, headed by Anil Thuliga. Thank you so much, producers. Anis sir സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സർ. ഏകദേശം 35 വർഷമായി. സർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ഈ പോസ്റ്റർ കണ്ടിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാനേജര് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു 50-ാം ദിവസമോ അല്ലെങ്കിൽ ഒരു 100-ാം ദിവസമോ ഒക്കെ ആഘോഷത്തിൻ്റെ സമയമാണ്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ഇതിൻ്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുകയും കുറച്ച് കാര്യങ്ങൾ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പാട്ട് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞത് മനസ്സിലായത്. ഒരു 200 സെൻറ്ററെങ്കിലും ഈ പടം റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പോൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കേരളത്തിലെ നല്ല തിയേറ്ററുകൾ എടുത്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുത്ത് ചിത്രത്തിൻ്റെ വിജയത്തിനായിട്ട് പ്രയത്നിക്കും. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചിത്രത്തിൻ്റെ കണ്ടിട്ട് സസ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആരാണെന്ന് പോലും എനിക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നു. ഈ ചിത്രം നല്ലൊരു വിജയമാകട്ടെ എന്ന് ഇതിൽ കൂടി ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുകയാണ്. മാത്യുവിൻ്റെ സിനിമ നമ്മുടെ എല്ലാവരുടെയും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. സിദ്ദിഖ, എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. താങ്ക് യു സലാം ബുഹാരി, റിയാസ് ഭായ്, അഷർ ഭായ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഭാഗമായി അങ്ങനെ കുറച്ചധികം ദിവസം അല്ലെ ഒരു വർഷത്തെ ടൈം സ്പാനിൽ ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ വന്നും പോയി അതിനിടയിൽ വേറെ സിനിമകളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും ഉടുമ്പൻ ചോല ഫാമിലിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. പക്ഷേ സിനിമ തീരുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്, അതിലുപരി ചാരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ
എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. Thank you. We are all eagerly waiting to see your performance in the movie. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജിനോ ജോസ്. സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ മൈക്കെടുത്ത ഒന്നല്ലെങ്കിൽ എയർലോ അല്ലെങ്കിൽ വയർലോ, കാരണം പറയാനുള്ളത് ഞങ്ങൾക്കും പറയുകയും ചെയ്യും. അതിന് മടി കാണിക്കാറില്ല. എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാം ബുഖാരി സിദ്ദിഖ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് ഓർമ്മില്ല. ജനിച്ച അന്ന് മുതൽ കണ്ട പോലെയാണ്. കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ വിളിയിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്താണ്. ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളവരാണ്. എന്നെ കൊണ്ടുവരെ പാടിപ്പിച്ചു. മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷ് എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലർ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെ വിളിക്കാറില്ല, സിദ്ദിഖിനെ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമിൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. 2 ധ്രുവങ്ങളിലായിരുന്നു, 2 രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വൈറലായിരുന്നു. അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്, ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത്. ജിനു ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. പട്ടാളക്കാരായിരുന്നു. പക്ഷേ മാർച്ച് പാസ്റ്റൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ 2 ആറടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജോ സാർ പുറകെ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും. ഒരു ബന്ധമില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി അന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുഖാരിക്ക് എല്ലാ വിശ്വസം നേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാൽ ബാസിയുണ്ട്, അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക്. ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ആയിരിക്കും. വോൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വോൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു, അനിൽ രാധാകൃഷ്ണൻ മേനോ. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നെ പേടിയെ വിളിക്കുക, ഞാനത് വിളിച്ച് പറയുന്നുള്ളത്. ചെറിയൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാഹ് നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസി ബുഖാരി എന്നാണ് പറഞ്ഞത്, ഹോട്ടലിൻ്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും? ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ സിദ്ധിക്കാറുള്ളല്ലേ ഇവിടെ നിന്നാ വന്നത്. ഒരു ഏലിയനൊക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ. അണ്ണൻ തമ്പിയില് ഫാദറിന്റെ. ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ അൻവർ പറഞ്ഞു, ഞാനൊന്നും അല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ. മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്കയാകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുഖാരി, അവിടെ നിന്ന് ചിരിക്കേണ്ടത്. എന്തായാലും നല്ലൊരു കഥ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ അത് ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുഖാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയും. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടിയെത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അങ്ങനെ കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിനോടൊപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് ഫിലിം ആയിട്ടാണ് അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ, ഈ സിനിമയിൽ ഞാനില്ല, പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഓൾ ദി ബെസ്റ്റ്. ഒന്നും കൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നല്ല സ്റ്റാമിന, നല്ല വോയിസ്, വോക്കൽ പവർ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. ഞങ്ങളെല്ലാവരും ഒരുപാട് ചിരിച്ചു in those few minutes. അടുത്തതായി ആദ്യ സിനിമയായ രക്ഷാധികാരി ബൈജു, രഞ്ജിത് പ്രമോദ് സാറിന്റെ സിനിമയിൽ ബിജു മേനോൻ ചേട്ടൻ്റെ അവിടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ LLB സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ നടന്നത്. അപ്പോൾ
അതിനിടയിൽ കുറേ സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു സിനിമ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൊച്ചു വേഷം വന്നിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 ഫിലിം മേക്കേഴ്സ് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അമ്പുക്കയും അമൽ സാറും. അപ്പോൾ അവിടെ വെച്ച് ഒരു ദിവസം ഞാനിങ്ങനെ സലാംക്ക അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പോൾ സലാംക്ക പറഞ്ഞു, നിന്റെ സിനിമ അവർ കണ്ടിട്ടുണ്ട്, നിന്നെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ SH കോളേജിൽ ആ ഒരു സ്റ്റേഴ്സിൽ ഇങ്ങനെ ഇവർ മൊത്തം ഇറങ്ങി വരാം. നമ്മളിങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ ഒരു അവെഞ്ചേഴ്സ് സിനിമയിലെ എല്ലാ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന പോലെ അമൽ സാറും അൻവർ റഷീദ് സാറും അതിന്റെ ക്യാമറാമാനും കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാവരും ഇറങ്ങി വന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ഒരു അപ്രിസിയേഷൻ ആണ്. ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ, നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു, നന്നായിട്ട് നീ അതിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ആ ഒരു ആദ്യത്തെ സിനിമയിൽ അന്ന് ആ ഒരു മൂമെന്റിൽ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ശരിക്കും എനിക്കിപ്പോ ഈ ഒരു മൂമെന്റിൽ ഇവിടെ നിൽക്കുന്നത് വരെ ഞാനത് എപ്പോഴും എനിക്ക് ജീവിതത്തിൽ എടുക്കുന്ന പല ലോ പോയിന്റ്സിലും അല്ലെങ്കിൽ പല സങ്കടം വരുന്ന നിമിഷങ്ങളിലൊക്കെ എനിക്ക് ഇതൊരു വലിയൊരു പുഷായിരുന്നു. അപ്പോൾ ഐ താങ്ക് ബോത്ത് ഓഫ് യു. ലൈക്ക് ഞാൻ ഇത്രയും അഡ്മയർ ചെയ്യുന്ന 2 മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് ആണ്. സോ അവരുടെ കൂടെ അവരുടെ ഒപ്പമാണ് ഞാൻ സലാംക്കനെ പരിചയപ്പെടുന്നതും അവരുടെ സിനിമയിലാണ് ഞാൻ സലാംക്കനെ പരിചയപ്പെടുന്നതും. സോ അത് തന്നെയാണ് സലാമിക്കായിട്ടുള്ള കണക്ഷൻ. സോ ഐ താങ്ക് യു സലാമിക്ക. സോ നേരെന്ന് പറഞ്ഞൊരു സിനിമയിൽ സിദ്ദിഖയുടെ കൂടെ ഒരു വേഷം, ലാൽ സാറിന്റെയും സിദ്ദിഖയുടെയും ഒക്കെ കൂടെ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വില്ലൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇത്രയും എന്താ പറയാ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്രിഞ്ചായിട്ട് അങ്ങനെ നടക്കുന്ന വളരെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രമാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ വളരെയധികം എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും എനിക്ക് തന്ന സലാംക്കയ്ക്കും ഇതിന്റെ റൈറ്റേഴ്സിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആസ് എൻ ആക്ടർ നമുക്കൊരു വലിയൊരു ടേക്ക് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞ് വേറൊരു വേഷം എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വെച്ച് നോക്കിയാലും ഈ ഒരു സിനിമ വലിയൊരു ബോണസ് ആണ്. ഞാനിപ്പോ ഈ പാട്ടിൽ നമ്മുടെ മുഖവും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മാനിഫെസ്റ്റേഷൻ. ഗോപി സുന്ദർ ചേട്ടൻ്റെ ലൈക്ക് ഞാൻ ഒരുപാട് എന്താ പറയാ എന്റെ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, someone who I admire and also very honored to work with him. Everyone, വിഷ്ണു ചേട്ടൻ, എൻ്റെ DOP, സമീർ ചേച്ചി, റോണക് ചേട്ടൻ, ഞാൻ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞ എല്ലാവരെയും പറയണം വിട്ടുപോയ വിനായകന്റെ ഗാനങ്ങൾ. നേരിലും വിനായകായിരുന്നു ലിറിക്സ് എഴുതിയത്. അപ്പോൾ ഇതിലും അതിമനോഹരമായിട്ട് വിനായക് ശശികുമാർ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ് വിഷ്ണു ചേട്ടൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ച ഒരു വലിയൊരു അനുഗ്രഹമായിട്ടൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഈ ജേണിയിൽ എപ്പോഴും വേണം. അപ്പോൾ ജോർജ് ചേട്ടനും ഞാൻ വളരെയധികം എന്താ പറയുക എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരു ആക്ടറാണ്. ആ ഒരു ജേണി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണ്, ചേട്ടൻ്റെ ഇന്റർവ്യൂസും എല്ലാം. സോ ഇറ്റ്സ് an honor. Also the big guy മാത്യു. അപ്പോൾ ഞാൻ ഭയങ്കര അധികം എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പെർഫോമറും കൂടിയാണ് മാത്യു. സോ ഓൾ ദി ഇൻഡസ്ട്രീസ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി അപ്കമിങ് ടെററാണ്. അപ്പോൾ ഓണർ ടു ഈവൻ വർക്ക് വിത്ത് യു ആൻഡ് ഓൾ ദി അതർ ടാലൻസ്. ഒരുപാടധികം സന്തോഷം ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചു. താങ്ക് യു ഓൾ സോ മച്ച്. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അത് തന്നെ സലാംക്കയോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സലാംക്ക. അതുപോലെ എനിക്ക് അഭിരാമി ചേച്ചിയോടും പറയാനുണ്ട്. ചേച്ചി എൻ്റെ പേര് സജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമയിൽ പക്ഷേ എന്നെ അറിയത്ത പോലും ഉണ്ടായിരിക്കില്ല സലാംക്ക. എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തന്നിട്ടും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് സലാംക്ക. പിന്നെ സലാംക്ക ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു പാവ മനുഷ്യനാണ് സലാംക്ക. പിന്നെ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആക്ച്വലി വെരി ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇന്ന് കോൾ വന്നാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് മോർണിംഗ് ഐ വാസ് ഓൺ മൈ വേ ടു ലൊക്കേഷൻ. But I'm so happy that I got that call, and that was thanks to Sameera. Thank you so much, Salamika, for casting me. This project is very special to me because dancing is my first love. I love dancing. And school and college kind of dance cheyanalla opportunity kittilla until this film happened. And with Shobhi Master, with such a beautiful cast. Chaitanya, Gabri, you were excellent dance partners. Thank you so much. I had a great time. Thank you everyone in the cast and crew. I'm actually socially awkward, so I might seem very quiet and put together, but in my head,
I'm fangirling about all of you right now. So thank you so much. I'm so honored to be here. Thank you. Thank you so much, Wafa. ആക്ടർ എന്ന് പറയുന്നതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബിഗ് ബോസിന് അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റായ ദിവസം. അന്ന് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സമയമാണ്. ഈ വർഷം കറക്റ്റ് ഒരു 365 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് ആദ്യം റിയാസ്കിനോടാണ്. കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് മൊമെന്റ് കാസ്റ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. സലാമക്ക വിളിച്ചു, സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സലാമക്ക എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന്. അതുപോലെ തന്നെ ഇപ്പോൾ വഫ നേരത്തെ പറഞ്ഞു, വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ്, എൻ്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ്. അതും നമ്മുടെ ഷോബി മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ കോട്ടും ഷൂട്ടൊക്കെ ഇടിപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് റിഹേഴ്സൽസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടിടിക്കും. കാരണം എല്ലാവരും കാണുന്നുള്ളത് സംഭവം ഡാൻസിൻ്റെ. പക്ഷേ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖാൻ്റെ കൂടെ ഒക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും എല്ലാവരും കൂടെ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. പിന്നെ ഒരു ഗോപിചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടിൻ്റെ ഫേസ് ആവാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് പേര് കണ്ടിങ്ങനെ ഓസ്ട്രക്ക് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമക്ക, ബാക്കി എല്ലാവർക്കും. ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് മാത്യുയുടെ നായികയായിട്ട് എപ്പോഴും സിനിമയിൽ വരുന്നത്. അത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സലാമക്കയുടെ ഒരുപാട് നന്ദിയുണ്ട്. സലാമക്ക ഫ്രം ദ ബിഗിനിങ് എൻ്റെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഹി വാസ് മോട്ടിവേറ്റിംഗ് മീ ഭയങ്കര ത്രൂ ഔട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ. ബട്ട് താങ്ക് യു സോ മച്ച് സലാമക്ക. ഇഷ്ടമൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയ താരം ആസിഫിക്ക ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹാപ്പി വെൽക്കം ടു യു ആസിഫ. താങ്ക് യു സോ മച്ച് ആസിഫിക്ക ഫോർ ജോയിനിങ് us here this wonderful evening. ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ആസിഫിക്കയെ ഈ ഒരു സാഹചര്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയ്യടി നൽകി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ഹാപ്പി വെൽക്കം ടു യു. Good evening, everybody. First of all, I want to thank my director, Salam sir, for considering me for this project. And also my dear producers, Riyazka, Azrika, and special thanks to Siddiq sir. And I'm so delighted to be a part of this project, and I hope this movie will do really great. Thank you. നന്ദി. ഏറ്റവും വലിയ വിശേഷം സലാം ബുഖാരി, മിസ്റ്റർ സലാം ബുഖാരി സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം അത് തന്നെയാണ്. ഞാൻ സിനിമ വന്ന കാലം മുതൽ പരിചയമുള്ള ഒരാളാണ്. എപ്പോഴും ഒന്നും കാണാറില്ലെങ്കിലും സംസാരിക്കാറില്ലെങ്കിലും എപ്പോഴും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പടം ചെയ്യുന്നു, അത് അവസാനം അത് സംഭവിച്ചു, അതിൻ്റെ ഓഡിയോ റിലീസ് സംഭവിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ആസിഫിക്ക. ആസിഫിക്ക സ്റ്റേജിൽ നിൽക്കുന്ന ഈ സമയം ഒന്ന് സ്റ്റേജിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ സലാം സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ദ പ്രൊഡ്യൂസേഴ്സ് ടു കം ഓൺ സ്റ്റേജ്. പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ലെറ്റ്സ് ക്യാപ്ചർ ദിസ് മൊമെന്റ് ഇൻ എ ഫ്രെയിം. Yes, Asif sir and Riyaz sir, the producers are also here with us on stage. Okay, അവിടുന്ന് ക്യാമറ ടീം നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ പ്ലീസ് കുറച്ച് മുൻപോട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു ടേക്ക് ഗുഡ് പിക്ചേഴ്സ്. താങ്ക് യു സോ മച്ച് ആസിഫിക്ക. ഒരിക്കൽ കൂടി ഇന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. Yes. And next, I would like to invite on stage a scriptwriter, Ellen Roney, and camera with us on stage, and also the cameraman. Hi, ഞാനാണ് റൈറ്റർ.
2 വർഷം മുന്നേ അൻവർ സാറിനോട് കഥ പറയാൻ പോയിരുന്നപ്പോൾ അതേ വരവിലാണ് ഞാനിപ്പോൾ I don't know. Thank you so much, Anwar Rashid sir. Thank you so much for listening to me. You are a great listener. You are a great human being. You got great patience. Thank you so much for that. Thank you so much, Salam Bukhari. Thank you so much, DOP. Thank you so much to our cast and crew, Siddiq sir, Matthew. And thank you so much, everyone. Thanks. സലാം സർ പോവരുത്. ഇത്രയും നേരം സർ മൈക്ക് പാസ് ചെയ്ത് കളിക്കുകയായിരുന്നു. ഇനി സർ ദ മാൻ ഓഫ് ദ മൊമെന്റ്, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഏകദേശം 20 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ഈ ഒരു ആദ്യത്തെ ഡയറക്ടോറിയൽ ഡെബ്യൂവിന് വേണ്ടി. എനിക്കറിയാം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം. എന്താണ് സർ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നന്ദിയാണ് എനിക്കത് പറയാനുള്ളത്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു. എല്ലാം സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത് സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും നന്ദി പറയാനും കടപ്പാടുള്ളതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അഷർ അമീർ, റിയാസ് കെ മുഹമ്മദ്. അവർ ഈ പ്രോജക്റ്റിന് കട്ടക്ക് കൂടുന്നതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടന്നതും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒരു ഡയറക്ടറാകാൻ പറ്റിയത്. അതിൽ ആദ്യം ഞാൻ അവരോട് എൻ്റെ കടപ്പാടാണ് അറിയിക്കുന്നത്. കാരണം എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഷർ. താങ്ക് യു സോ മച്ച് റിയാസ് കെ മുഹമ്മദ്, ആലിയ, നീതു, എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോജക്റ്റ് ഇത് എല്ലാം റെഡിയാക്കി തരാനും എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തതിനും എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനായ എൻ്റെ പ്രിയപ്പെട്ട അമ്പുക, ഡോക്ടർ അൻവർ റഷീദ്, അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അമൽ സാറും ഞാനൊരു പടം ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമൽ തീര സാറിനും നന്ദി പറയുന്നു. പിന്നെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമ അല്ലെങ്കിൽ കഥ പ്ലാൻ ചെയ്യുമ്പോഴും അതിൽ സിദ്ദീഖ് ഒരു വേഷം ഉണ്ടാവും. ഞാൻ പോയി പല പല കഥകൾ പറയും, ക്യാരക്ടർ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് അതിൽ സംഭവിച്ചു. സിദ്ദീഖിനെ വെച്ച് ഒരു പടം ചെയ്യാൻ കഴിഞ്ഞ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, സന്തോഷം. പിന്നെ DOP വിഷ്ണു തണ്ടാശ്ശേരി, അദ്ദേഹം എൻ്റെ കൂടെ കുറേ നാൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തതിനാണ് ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ അല്ലായ്മയാൽ എനിക്കത് എടുത്തു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു തണ്ടാശ്ശേരി. ഇന്നത്തെ ഇവൻ്റെ മ്യൂസിക്കിലാണോ? അപ്പോൾ തീർച്ചയായും ഗോപിച്ചേട്ടനോട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു പാട്ടൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റി. ചേട്ടൻ ഏറ്റവും മനോഹരമായ ഒരു 4 ഗാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ചേട്ടനത് തന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിരുന്നു. അധികം കറക്ഷനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ചേട്ടൻ കേട്ടിരുന്നത് കൃത്യമായി ചെയ്തു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നതിന് ഗോപിച്ചേട്ടാ നന്ദി. പിന്നെ വിവേകർഷൻ, എഡിറ്റർ വിവേകർഷൻ, സമീറ സനീഷ്, ജോസഫ് നെട്ടൻ, ആർട്ട് ഡയറക്ടർ ജോസഫ് നെട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ മാത്യുവിനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. മാത്യു കഥ കേട്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇതെല്ലാം ഹാപ്പിയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ മാത്യു ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് തുടങ്ങി. പിന്നെ ഇവിടെ വിശിഷ്ടാതിവന്ദന ജോജു ഞാനും ഇതുപോലെ കുറേ പടങ്ങൾ 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പുറത്തൊരുപാട് സുഹൃബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജു എത്തിച്ചേർന്ന ജോജുവിനും നന്ദി. ആസിഫും എല്ലാവരും വന്ന് ആസിഫിന് നന്ദി. ബാസി ഇതുപോലെ ഞങ്ങൾ പാട്ട് എഴുതി പാടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി പാട്ട് എഴുതി പാടി അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ബാസിക്ക് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഇറങ്ങുന്ന ഗബ്രി, ടിനിറ്റോം ഇവിടെ വന്ന് അതിനെക്കുറിച്ച് പ്രസ്താവിച്ചു. കുറച്ച് ട്രോളുകൾ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നെ താങ്ക് യു. അപ്പോൾ എന്തായാലും ടിനിയും വന്നു. അങ്ങനെ സന്തോഷം എല്ലാവർക്കും. ജിനു, അഭിനവ്, പിന്നെ ചൈതന്യ, വഫ, ശങ്കർ, സുരേഷ്, ഷെഫുള്ള സർ, അർജുൻ, ഗണേഷ്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എഡീസ്, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളാണ്. കണ്ണൻ, അർജുൻ, അജ്മൽ ഹംസ, അഭിരാമി, തോമസ് കുട്ടി രാജു, രവീണ, അങ്ങനെ എല്ലാവർക്കും പിന്നെ എൻ്റെ വാപ്സി ഉമ്മച്ചി, എൻ്റെ സഹോദരൻ ഫാമിലി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കലും നന്ദി പറയുന്നു. അപ്പോൾ എൻ്റർ മീഡിയ ലാബിൻ്റെ
ഈ ഉടുമ്പൻചോല വിഷൻ അഷറമീറും എല്ലാ സുഹൃത്തുക്കളായ അഷറമ റിയാസ് അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഉടുമ്പൻചോല വിഷൻ എല്ലാവരും കണ്ട് വിജയമാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാ ടെക്നീഷ്യൻസും എല്ലാ സ്പെഷ്യൽ ഗസ്റ്റും സ്റ്റേജിലേക്ക് വരണം. And Salam sir. Sir തന്നെ മുറിക്കുന്നതാവില്ലേ നല്ലത്? മുറിക്കണ്ടേ നമുക്ക്? So Salam sir in the center. ബാക്കി എല്ലാവരും ഗോപി സുന്ദർ sir ബാക്കി എല്ലാവരും ചേർന്ന് നിൽക്കണം. So come closer. This is your movie. നിങ്ങളുടെ സിനിമയാണിത്.